ഹായ്. നമുക്ക് ഓണസദ്യ പെട്ടെന്ന് തയ്യാറാക്കാനുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ. അതിലേക്കായി സാമ്പാറിന് വേണ്ട പരിപ്പ് നേരത്തെ വറുത്ത് ഇങ്ങനെ തണുക്കുമ്പോൾ ഒരു ടിന്നിലിട്ട് അടച്ച് സൂക്ഷിച്ചു വയ്ക്കുക. സാമ്പാറിന് വറുത്ത പരിപ്പാണ് ടേസ്റ്റ്, പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അന്നത്തെ ജോലി എളുപ്പത്തിലാകുകയും ചെയ്യും. പിന്നെ അച്ചാറിന് വേണ്ട ഉലുവയും കടുകും ഇതുപോലെ വറുത്ത് അതും പൊടിച്ച് മാറ്റി വയ്ക്കുക. അച്ചാറിന് വേണ്ട മുളകും പൊടിച്ച് വറുത്തിട്ട് തന്നെ പൊടിച്ച് അതും ഒരു ടിന്നിലിട്ട് അടച്ച് മാറ്റി വയ്ക്കുക. നമുക്ക് പെട്ടെന്ന് അച്ചാർ തയ്യാറാക്കാൻ പറ്റും. അതും അതും എളുപ്പത്തിലുള്ള ജോലിയാണ്. മുളക് വറുത്ത് പൊടിച്ച് ചേർക്കുന്നതാണ് അച്ചാറിന് നല്ലത്, മുളക് പൊടിയേക്കാളും. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ സാമ്പാർ പൊടി തയ്യാറാക്കി വെക്കാറുണ്ട്. സാമ്പാർ പൊടിക്കായിട്ട് ഞാൻ ഒരു വലിയ സ്പൂൺ കടലപ്പരിപ്പും അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂൺ സാമ്പാർ പരിപ്പും കൂടെ ചേർത്ത് ഒന്നിച്ച് വറുക്കും. അത് വറുത്ത് മൂത്ത് വരുമ്പോൾ ഒരു പാത്രത്തിൽ തണുക്കാൻ മാറ്റി വെച്ചിട്ട് അതിലേക്ക് അതേ സ്പൂൺ കൊണ്ട് ഒരു സ്പൂൺ മല്ലിയും ഒരു ചെറിയ സ്പൂൺ ഉലുവയും 25 മുളകും കൂടെ അതിൽ ചേർത്ത് വറുക്കും. അതും വറുത്ത് ഇതിനോടൊപ്പം തണുക്കാൻ മാറ്റി വെച്ചിട്ട് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ ജീരകവും കൂടെ വറുത്ത് ഇതിലേക്ക് ചേർത്ത് നമുക്ക് തണുക്കുമ്പോൾ പൊടിച്ച് ടിന്നിലിട്ട് സൂക്ഷിക്കാം. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇതിൽ കുറച്ച് ചേർത്തിട്ട് പിന്നെ പോരാത്ത എരിവും കൂടെ ചേർത്തെടുത്താൽ മാത്രം മതിയാകും. കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടിയൊന്നും ചേർക്കണ്ട. പിന്നെ പരിപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ചെറുപയർ ഇതുപോലെ വറുത്ത് ഞാൻ മിക്സിയിൽ പൊടിച്ചിട്ട് പാറ്റിയെടുത്ത് ടിന്നിലിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ നിങ്ങളും അങ്ങനെ ചെയ്തു നോക്കൂ. വറുത്ത പയറിലുണ്ടാക്കുന്ന പരിപ്പിനാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നീട് ഞാൻ ചെയ്യാറുള്ള പായസമൊക്കെ നമ്മൾ തയ്യാറാക്കണമല്ലോ, അതിന് വേണ്ട ശർക്കര പാനിയാക്കി എടുത്ത് അരിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. നിങ്ങൾ ഈ ടിപ്സൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യണേ, എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ.